ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ 36 സൈസിലുള്ള ഒരു ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് ഞാനിപ്പോൾ ഉൾവശത്ത് ചീത്ത വശത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് രണ്ട് രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നല്ല വശത്ത് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം, ചീത്ത വശത്ത് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മെത്തേഡുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിതുപോലെ നെക്കിലേക്ക് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുകയാണ്. കട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് 1/2 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് വീതിയിലായിട്ട് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ 2 തവണ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. ഈ തയ്ക്കുമ്പോൾ അറ്റത്തൂടെ വേണം കേട്ടോ തയ്ച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് തയ്ച്ചെടുക്കാം. ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ടാണ് ഞാനിപ്പോൾ തയ്ച്ചു കൊടുക്കുന്നത്. 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തയ്ച്ചതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. കട്ടിങ് കൊടുത്തിട്ട് ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് വയ്ക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ വെച്ചതിന് ശേഷം ബാക്ക് സൈഡിലെ ക്രോസ് പീസ് ഫ്രണ്ട് സൈഡിൻ്റെ പീസിലേക്ക് ഇതുപോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് മുകളിലത്തെ സൈഡ് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡറിന് 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ ലോക്ക് ഇട്ടിട്ട് 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സെയിം രീതിയിൽ തന്നെ മറ്റേ സൈഡിൽ ഷോൾഡറും തയ്ച്ചെടുക്കുക. ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഉള്ളിലേക്ക് ഇതുപോലെ 1/2 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 1/2 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് വീതിയിലായിട്ട് തയ്ച്ചു കൊടുക്കുക. ഇനി സ്ലീവ്സ് എടുക്കണം. സ്ലീവ്സ് നമ്മൾ 4 പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ലീവിന് 2 പീസുകൾ വരും. അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നല്ല വശവും നോക്കുക. നല്ല വശവും നോക്കിയതിന് ശേഷം ഉൾവശത്ത് ഈ വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, അത് കാണാത്ത രീതിയിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി സ്ലീവിൻ്റെ ഏറ്റവും താഴത്തെ സൈഡൊന്ന് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം. ആദ്യം 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുക. ഈ സെയിം രീതിയിൽ തന്നെ മറ്റേ സൈഡും തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ടോപ്പിലേക്ക് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് ഉള്ളത് കൊണ്ട് കറക്റ്റ് സെൻറ്റർ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സ്റ്റിച്ചും ഷോൾഡറിൻ്റെ സ്റ്റിച്ചും കറക്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് വിട്ടിട്ട് ഈ സ്ലീവ്സ് ഒന്ന് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ വളച്ച് വേണം വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. സ്ലീവിന് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. 2 രീതിയിൽ നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ആ രീതികളൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്ലീവും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഒന്ന് നോക്കാം. ചെസ്റ്റിൻ്റെ വീതി എത്രയാണ്, പകുതി കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ 9 ഇഞ്ച് സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് 18 ഇഞ്ച് ഇങ്ങനെ ടോട്ടലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
അതിന് ശേഷം നമുക്ക് ഷേപ്പ് ലെങ്ത് എത്രയിലാണ് വരുന്നതെന്ന് നോക്കണം. അളവിൻ്റെ ടോപ്പിൽ ഞാൻ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. അതുപോലെ എടുത്തിട്ട് നോക്കുക നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ. അതിന് ശേഷം ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ എത്രയാണ് പകുതി വരുന്നതെന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഈ സൈഡിലേക്കും മറ്റേ സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ലെങ്ത് വിഡ്ത്ത് മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഓപ്പൺ ലെങ്ത് ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം എത്രയിലാണെന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യുമ്പോൾ. അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഓപ്പൺ ലെങ്ത്ത് മാർക്ക് ചെയ്തു. അതിന് ശേഷം അവിടുത്തെ വീതി എത്രയാണ് വരുന്നത് വെച്ചാൽ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ തയ്യൽ തുമ്പ് സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടി കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇപ്പുറത്തേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 18 ഇഞ്ച് ഹിപ്പ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ചെസ്റ്റിൽ നിന്നും വേസ്റ്റ് പിന്നെ ഹിപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചോക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സ്ലീവിൻ്റെ വിഡ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കൈക്കുഴിയുടെ റൗണ്ട് എത്രയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഏറ്റവും താഴത്തെ സൈഡ് സ്ലീവിൻ്റെ ലൂസും കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഹാഫ് സ്ലീവ് ആണെങ്കിൽ നമ്മൾ എത്രയാണ് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാർക്കിങ്ങിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട്. സ്റ്റിച്ച് ചെയ്ത് എവിടെ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ 2 സ്റ്റിച്ച് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. 1.5 ഇഞ്ച് വേണ്ട, സ്ലിറ്റിൻ്റെ വീതി കൂടും. അപ്പോൾ അത്ര വീതിയിൽ തയ്ച്ചാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ 1 ഇഞ്ച് അഥവാ 1/4 ഇഞ്ച് അത്ര മതി കേട്ടോ. സ്ലിറ്റ് തയ്ക്കാനായിട്ട് ചെറിയ സ്ലിറ്റ് വീതി മതി എന്നുണ്ടെങ്കിൽ 1/4 ഇഞ്ചൊക്കെ എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പകുതി പ്ലസ് പകുതി മടക്കിയിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ തയ്യൽ തുമ്പ് സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. എന്നിട്ട് എക്സ്ട്രാ ഉള്ളത് ഞാൻ ഇതുപോലെ 1/2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ലെവലായിട്ട് തന്നെ വരും കേട്ടോ. താഴത്തെ സൈഡും അതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഇതുപോലെ 2 സൈഡും ഒന്ന് ലെവലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. ആദ്യം 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്പീഡായിട്ട് കാണിച്ചു പോകുന്നത്. ഇവിടെ സ്ലിറ്റ് തയ്ക്കുമ്പോൾ കുറേശ്ശെയായിട്ട് മടക്കിയിട്ട് തയ്ച്ച് കൊണ്ടുവരാം കേട്ടോ. എന്നാലേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ തയ്ച്ച് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് തയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് തയ്ക്കുക. എന്നിട്ട് താഴത്തോട്ട് തയ്ച്ച് പോവുക. രണ്ട് സൈഡ് സ്ലിറ്റും തയ്ക്കാതിന് ശേഷം നമുക്ക് ഫൈനലായിട്ട് ബാക്കിയുള്ളത് ഏറ്റവും താഴത്തെ സൈഡ് തയ്ക്കാനാണ്. താഴത്തെ സൈഡും 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക ആദ്യം. എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. ഈ ലൈനിങ് ഇല്ലാത്ത ടോപ്പൊക്കെ തയ്ക്കാനായിട്ട് വളരെ ഈസിയാണ്. എല്ലാവർക്കും തന്നെ തയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ നെക്കും കൈയൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും.
ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കാം. തയ്ച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിറ്റിനും ഏറ്റവും താഴത്തെ സൈഡും ഓരോരോ സ്റ്റിച്ചും കൂടി വീതം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.